പലതരം കുഴക്കട്ട കഴിച്ചിട്ടുണ്ടല്ലോ. ഇതൊരു വെറൈറ്റി കുഴക്കട്ടയാണ്. ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല സ്പോഞ്ച് പോലെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുഴക്കട്ടയാണ്. അതൊന്ന് ശരിയാക്കി നോക്കണേ. എന്നും ഒരേപോലെ ചെയ്യാതെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ മൃദുവായതാണ്. നല്ല നല്ല മണവുമുണ്ട്. നെയ്യും തേങ്ങായും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റേതായ ഒരു ആവിയിൽ പുഴുങ്ങി, അതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞാണ് വെച്ചത്. അപ്പം വാഴയിലയുടെയും കൂടെ മണം കൂടെ വന്നപ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതാണെന്നൊന്ന് നോക്കി വയ്ക്കാം. ഇതിനാവശ്യമായത് അരിപ്പൊടി വേണം, മാങ്ങ, അതുപോലെ തന്നെ തേങ്ങ, ഏലക്കാപ്പൊടി, പഞ്ചസാര, നെയ്യ് എത്ര ചേർക്കുന്നോ അത്രയ്ക്കും മണവും ടേസ്റ്റും കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് നെയ്യ് ചേർക്കണം. അതിനായിട്ട് നല്ല 2 മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത മാങ്ങ, മധുരമുള്ള ടൈപ്പ് 2 മാങ്ങ വെട്ടി അത് നമുക്കൊന്ന് ചെത്തി ഒന്ന് അരിഞ്ഞെടുത്ത്, ആദ്യം മാങ്ങ കൊണ്ടാണ് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്നത്. ഫില്ലിങ് റെഡിയാക്കുന്നത് കാണിച്ചു തരാം. മാങ്ങ ചെത്തി വൃത്തിയാക്കിയെടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല തരിയില്ലാത്ത രീതിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം. എന്നിട്ട് ഒരു പാൻ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീയിൽ ഒരുപാട് തീയിടരുത്, കുറഞ്ഞ തീയിലിട്ട് അതിൻ്റെ വെള്ളം നന്നേ പറ്റിച്ചെടുക്കണം. അടിയിൽ കട്ട കെട്ടാതിരിക്കാൻ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാം തിളച്ച് ഒരുപോലെ വന്നിട്ട് വെള്ളം പറ്റി ഏകദേശം പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് വേകുമ്പോൾ ഒരു നല്ല മണം കിട്ടും. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറേ കൂടെ വെള്ളം പറ്റി വരുമ്പം പിന്നെ അടുത്ത സാധനം നമുക്ക് ചേർക്കാം. ഏകദേശം ഒരു പകുതി പരുവത്തോളമായി. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് എന്ന് പറയുമ്പം ഒരു 4 സ്പൂണോളം കണക്കാക്കി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നിച്ച് അത് മിക്സ് ചെയ്ത് ഒന്നുകൂടെ അതിൻ്റെ വെള്ളം പറ്റാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ 5 സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്, പക്ഷേ 5 സ്പൂണോളം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നല്ല മധുരവുമായിരിക്കും. നെയ്യും പഞ്ചസാരയും അതുപോലെ മാങ്ങയുടെ മധുരവും ഏലക്കയുടെ മണവും, പിന്നെ ഇതിലൊരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ ചിക്കി ആ വെള്ളം ഒന്ന് നന്നേ പറ്റിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുന്നത് ഇത് ആദ്യത്തെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. പിന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം എല്ലാം ഇട്ട് ചിക്കിയ അവസ്ഥയാണിത്. ഇനി കുറച്ചുകൂടെ ഉണ്ട്, അതുകൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ വെള്ളം പറ്റാൻ അനുവദിക്കാം. ഇതെല്ലാം നല്ല എന്നുവെച്ചാൽ കുഴക്കട്ടയ്ക്കകത്ത് വയ്ക്കേണ്ട ഫില്ലിങ്ങാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം നന്നേ പറ്റണം. ഇല്ലെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാനായിട്ട്.
ബാക്കി തേങ്ങ കൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ചിക്കി അതിൻ്റെ ഒരു അരമുറി തേങ്ങയോളം നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം വെള്ളം വറ്റി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഞാനത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൊടി നനയ്ക്കുന്നതിന് വേണ്ടി വെള്ളം അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഒരു 3 കപ്പോളം വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയ്ക്കൊന്നും ആവശ്യം വരില്ല. അതിലൊരു ബൗളിൽ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ്, വളരെ നേർത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അതിനെ ഒന്ന് അനക്കി കൊടുക്കുക. ഉപ്പൊക്കെ കുറച്ച് ചേർക്കാവുള്ളൂ, കൂടിയാൽ പിന്നെ അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപ്പ് ചേർക്കുക. ഇതെല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ അനക്കിയിട്ട് വേണം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ പലയിടത്തും ആയിപ്പോവും. ആദ്യമേ അത് ചെയ്തിട്ട് വേണം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഒഴുകുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഒരു ജാറിലെടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് കൈയിട്ട് നനയ്ക്കരുത്. ഒരു സ്പൂൺ എടുത്തിട്ട് ആദ്യം നനയ്ക്കുക. അനക്കി ഒരു പരുവത്തിന് നമ്മളെടുത്ത് അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പോൾ അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ നനയ്ക്കത്തില്ല, ഇടിയപ്പത്തിനൊക്കെ നനയ്ക്കുന്നത് പോലെയുള്ള പരുവത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ നനയ്ക്കാവൂ. കൂടിപ്പോയാൽ നമുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ സ്പൂണിട്ട് അനക്കി ഒരു പരുവാകുമ്പോൾ അങ്ങ് നിർത്തിയേക്കണം. എന്നിട്ട് പിന്നെ തണുക്കുമ്പോൾ മാത്രമേ കൈയിട്ട് നമുക്കിത് കുഴച്ച് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് പരുവത്തിനാക്കി എടുക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വന്നിട്ട്. എളുപ്പമാണ്. മാങ്ങയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മാങ്ങ കൊടുക്കാമെങ്കിൽ നല്ല അയൺ കണ്ടൻ്റൊക്കെ ഒരുപാടുള്ളതല്ലേ മാങ്ങ. അപ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പോലും അറിയില്ല ഇതെന്തുവാണെന്ന്. കൊഴുക്കട്ട ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങ് എഴുതുക. ഇതുപോലെ നനച്ചെടുക്കണം. വെള്ളം കൂടാൻ അനുവദിക്കുകയേ ചെയ്യരുത്. എന്നിട്ട് അതിനെ ഉരുളകളാക്കി നമുക്ക് എത്രയാക്കണോ, ഇതിപ്പോൾ 8 ആയിട്ടുണ്ട്. ഇത് വേണേൽ 10 ആക്കണേ അതാക്കാം. അപ്പം നമ്മൾ ഒരു മീഡിയം പരുവത്തിൽ 8 കിട്ടിയിട്ടുണ്ട്. 2 ബൗൾ പൊടിക്കാണേ. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് അത് കുഴികളാക്കിക്കൊണ്ട് അതിനകത്തേക്ക് നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പേസ്റ്റ് ഫില്ലിങ് അങ്ങനെ വെച്ചിട്ട് അത് അടച്ചു കൊടുക്കുക. ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വളരെ ശ്രദ്ധിച്ച് ഉണ്ട കുത്തിയെടുത്തിട്ട് എല്ലാം അതുപോലെ ആക്കി എടുക്കുക.
അങ്ങനെയെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയൊരു അപ്പച്ചെപ്പിൽ വെച്ചിട്ട് ഇതിന് ആവി കയറ്റിയെടുക്കുക. ആവി കയറ്റുമ്പം തട്ടിൽ നമ്മൾ ആദ്യം കുറച്ച് ഇല വിരിച്ചിട്ടാണ് ഇത് പറക്കി വയ്ക്കുന്നത്. കാരണം വാഴയിലയുടെ ഗുണം എന്ന് വെച്ചാൽ ഇലയിലുള്ള ഗുണം കൂടെ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ നല്ല മണവുമായിരിക്കും വാഴയിലയിൽ നമ്മൾ ആഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോഴേ. പലഹാരങ്ങൾ ഇലയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ആ മണം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം കുറച്ച് വാഴയില അടിയിൽ വെച്ചിട്ട് ഇത് ഓരോന്നും നിരത്തി അതിൻ്റെ പുറത്ത് വയ്ക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അതിന് മുകളിലും കുറച്ചില വെച്ചിട്ട് വേണം ഈ പാത്രം അടച്ച് വേവിച്ചെടുക്കാൻ. അപ്പം ഇത് നമുക്ക് എടുക്കുന്ന സമയത്ത് നല്ല മണമായിരിക്കും. വാഴയിലയുടെ ആ ഒരു മണവും നെയ്യുടെ മണവും മാങ്ങയുടെ മണവും ഒരു വ്യത്യസ്തമായ മണവും നല്ല ആർക്കും കഴിക്കാൻ തോന്നുന്ന ഒരു നല്ല മണമാണ്. അപ്പം ഒന്ന് ചെയ്ത് നോക്കണേ ഇതുപോലെ. വാഴയില എടുത്ത് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അടപ്പിട്ട് അങ്ങ് അടച്ചാൽ മതി. ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് റെഡിയാവും. നന്നായി ചേർത്തടച്ചിട്ട് ഒന്ന് വേവാൻ അനുവദിക്കുക. എല്ലാം ഒരുപോലെ വെന്തിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ല മണമാണ് മൂക്കിലേക്ക് വരുന്നത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പം മാങ്ങാ സീസണൊക്കെ ആയിരുന്നല്ലോ, മാങ്ങ ഉള്ള സമയമല്ലേ. അപ്പം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും പറയും, നമ്മൾ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഞാനൊന്ന് കഴിച്ച് നോക്കാം. മണം നമ്മുടെ മൂക്കിലടിക്കുന്ന മണം തിന്നുമ്പോഴും അതുപോലുള്ള ടേസ്റ്റ് ഉണ്ടോ എന്നറിയാമല്ലോ. ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് പറയാം. വളരെ നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കാണാനും മണത്തിനും. നന്നായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു. Thank you.